ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശ ഗ്രന്ഥത്തിൻ്റെ വായനയാണ്. ഇന്ന് ദിവസം 117. ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോബി എന്ന വൈദികന് നൽകിയവയാണ്. അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ്. പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം. റൂബിയോ വിജയൻസ്, ആഗസ്റ്റ് 15, 1989. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ 409. ഇവിടെ വിശുദ്ധന്മാരുടെ ദൃഢനിശ്ചയം പ്രത്യക്ഷമാകണം. ഇവിടെ വിശുദ്ധന്മാരുടെ ദൃഢനിശ്ചയം പ്രത്യക്ഷമാകണം. നിങ്ങളുടെ സ്വർഗീയ അമ്മയായ എൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരം എൻ്റെ ആത്മാവോടുകൂടി സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തപ്പെടുന്നത് നിങ്ങൾ കണ്ടാലും. സൂര്യനെ ഉടയാടയാക്കി ധരിച്ചിട്ടുള്ള സ്ത്രീയാണ് ഞാൻ. നിങ്ങളുടെ സ്വർഗീയ നായികയാണ്. ഞാൻ സകല വിശുദ്ധരുടെയും രാജ്ഞിയുമാണ്. ശുദ്ധീകരണത്തിൻ്റെയും വിശ്വാസ തിരസ്കരണത്തിൻ്റെയും മഹാദുരിതങ്ങളുടെയും ഈ ദശാസന്ധിയിൽ സുനിശ്ചിതമായ പ്രത്യാശയോടും ആശ്വാസത്തിൻ്റെയും അടയാളമായ എന്നിലേക്ക് നിങ്ങളുടെ ദൃഷ്ടികൾ തിരിക്കുവിൻ. ദുഷ്ടമൃഗത്തിൻ്റെയും കരയിൽ നിന്നും കടലിൽ നിന്നും പൊങ്ങിവരുന്ന മൃഗങ്ങളുടെയും വലിയ സമരം, അവരുടെ വൻ നേട്ടങ്ങളുടെയും സമയം സമീപിച്ചിരിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള ഒരു സംസ്കാരം പടുത്തുയർത്തുവാനും മാനവരാശിയാകമാനം അവിടുത്തെ കൂടാതെയുള്ള ജീവിതം നയിക്കുവാനും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ നിലവിലുള്ളത്. അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനസമൂഹം സാത്താൻ്റെയും അവൻ്റെ ശക്തികളുടെയും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഘടനകളുടെയും കറുത്ത പൂജകളുടെയും പൈശാചികമായ ആരാധന വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെയും സത്യസഭയുടെയും സ്ഥാനത്ത് അസത്യ ക്രിസ്തുവിനെയും അസത്യസഭയെയും പ്രതിനിധീകരിക്കുന്ന ഒരു വിഗ്രഹം പണിതുയർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണിത്. ഈ കാലയളവിൽ ഈ വിഗ്രഹത്തെ പിന്തുടരുന്ന എല്ലാവരുടെയും നെറ്റിത്തടങ്ങളിലും കരങ്ങളിലും അതിൻ്റെ മുദ്ര അടയാളപ്പെടുത്തിയിരിക്കും. ഈ നാളുകളിൽ കുഞ്ഞാടിനെ വിശ്വസ്തയോടെ പിന്തുടരുന്നവർ ഒറ്റിക്കൊടുക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ദൃശ്യദാർഢ്യത്തിൻ്റെ നാളുകളാണിവ. വിശുദ്ധരുടെ സ്ഥിരത ഇത്തരുണത്തിൽ പ്രകടമാകേണ്ടതാണ്. ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരും യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്നവരും കർത്താവിനെ സ്വന്തമാക്കിയിട്ടുള്ളവരുമായ എല്ലാവരുടെയും സ്ഥിരത ഇവിടെ പ്രകടമാകേണ്ടതാണ്. മർദ്ദിതരുടെയും രക്തസാക്ഷിത്വത്തിന് നയിക്കപ്പെടുന്നവരുടെയും സ്ഥിരത ഈ സന്ദർഭത്തിൽ പ്രകടമാകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവിൽ മരണമടയുന്നവരും അവിടുത്തെ അധ്വാനങ്ങളിൽ നിന്ന് വിശ്രമം കണ്ടെത്തിയവരും തങ്ങളുടെ സൽപ്രവൃത്തികളാൽ അലങ്കൃതരായി ആനീതരാകുന്നവരുമായ എല്ലാവരും അനുഗ്രഹീതരാകുന്നു. മൃഗത്തെ പിന്തുടരുന്നവരും അതിൻ്റെ പൈശാചിക മുദ്രയാൽ അടയാളപ്പെടുത്താൻ അനുവദിക്കുന്നവരുമായവരുടെ സ്ഥിരത അപ്പോൾ വെളിവാകുന്നതായിരിക്കും. പ്രത്യുത മൃഗത്തെയും അതിൻ്റെ വിഗ്രഹത്തെയും ആരാധിക്കുന്നവരും തങ്ങളുടെ നെറ്റിയിലും കരങ്ങളിലും അതിൻ്റെ അടയാളം സ്വീകരിച്ചവരും ഭയാനകമായ ശിക്ഷയുടെ ചഷകത്തിൽ നിന്ന് ചിന്തപ്പെടുന്ന ദൈവകോപത്തിൻ്റെ വീഞ്ഞു കുടിക്കേണ്ടി വരും. തീയും ഗന്ധവും കൊണ്ട് കുഞ്ഞാടിനെയും അവിടുത്തെ മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ അവർ ഭീകരമായി പീഡിപ്പിക്കപ്പെടുകയും ചെയ്യും. കുഞ്ഞാടിൻ്റെയും അവിടുത്തെ പിതാവിൻ്റെയും നാമങ്ങൾ തങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ വഹിക്കുന്നവരുടെ സ്ഥിരത ഇവിടെ പ്രത്യക്ഷപ്പെടണം. എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ ഒറ്റിക്കൊടുക്കാത്തവരാണ്. അവർ ഒരിക്കലും അസത്യം പറഞ്ഞിട്ടില്ല. അവർ കുഞ്ഞാടിനെ എല്ലായിടത്തും അനുഗമിക്കുന്നവരാണ്. തങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുവാനും സമരത്തിൻ്റെയും ബാബിലോണിൻ്റെ പതനത്തിൻ്റെയും നിർണായകമായ കാലഘട്ടത്തിൽ ധൈര്യസമേതം ജീവിക്കുന്നതിനുമായി ഞാൻ എൻ്റെ കുഞ്ഞുമക്കളെ ക്ഷണിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഭൂമിയിലെ ഫലങ്ങൾ കൊയ്തെടുക്കുകയും മുന്തിരിക്കൊലകൾ ചക്കുകളിൽ അരയ്ക്കപ്പെടുകയും ചെയ്യുന്ന മഹാശിക്ഷയുടെ ഈ സമയത്തിൽ എൻ്റെ എല്ലാ കൊച്ചുമക്കളെയും വിശ്വസ്തത പ്രകടമാകേണ്ടിയിരിക്കുന്നു. ഇക്കാരണത്താൽ നിങ്ങളുടെ സ്വർഗീയ ജനനിയെ മഹത്വീകരിക്കപ്പെട്ട തൻ്റെ ശരീരത്തിൻ്റെ സ്വർഗീയ ശോഭയിൽ കാണുന്നതിന് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. വിമല ഹൃദയത്തിനുള്ളിൽ നിങ്ങളെ കുടിയിരുത്തിയിരിക്കുന്നതിനും സഭയുടെയും മാനവരാശി മുഴുവൻ്റെയും മുൻപാകെ വിശ്വസ്തതയുടെ സുധീര സാക്ഷികളാകുവാൻ
നിങ്ങൾക്ക് എൻ്റെ മാതൃനിർവിശേഷമായ പിന്തുണ നൽകുന്നതിനും ഞാൻ ആഗ്രഹിക്കുന്നു. ഡോങ്കോ കോമോ, സെപ്റ്റംബർ 8, 1989. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിരുനാൾ 410. നെറ്റിത്തടങ്ങളിലും കരങ്ങളിലുമുള്ള അടയാളം. എൻ്റെ അമലോത്ഭവ ഹൃദയത്തിന് സമർപ്പിതരായിരിക്കുന്ന എൻ്റെ പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ ജന്മദിനമാണ്. ഇന്നേ ദിവസം നിങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലും നിശബ്ദതയിലും പ്രാർത്ഥനയിലും പ്രതീക്ഷയിലും മക്കൾക്കടുത്ത പൂർണ്ണ അർപ്പണബോധത്തിലും കഴിഞ്ഞുകൊള്ളുവാൻ ശ്രദ്ധിക്കുക. ശിശുവായിരുന്ന നിങ്ങളുടെ അമ്മയുടെ ചെറിയ പൈതങ്ങളാകുന്ന നിങ്ങൾ എൻ്റെ സന്താന പരമ്പരയുടെ ഒരു ഭാഗവും എൻ്റെ വിജയപൂർണമായ പദ്ധതിയുടെ പ്രബല കേന്ദ്രവുമാകുന്നു. ഞാൻ കിടക്കുന്ന തൊട്ടിലിന് ചുറ്റും സ്നേഹത്തിൻ്റെയും എളിമയുടെയും വിശുദ്ധിയുടെയും കിരീടമാണ് നിങ്ങൾ. നിങ്ങളെ പരിപോഷിപ്പിക്കുവാനും നിങ്ങളെ വളർത്തിയെടുക്കുവാനും എന്നെ അനുവദിക്കുക. വിധേയത്വത്തോടെ എന്നിലൂടെ നയിക്കപ്പെടുവാൻ നിങ്ങൾ സമ്മതിക്കുക. എൻ്റെ മാതൃമുദ്ര നിങ്ങളിൽ പതിക്കുവാൻ എന്നെ അനുവദിക്കുക. ക്രിസ്തുവിനെ എതിരിടുന്നവരായ തൻ്റെ അനുയായികളുടെ നെറ്റിത്തടങ്ങളിലും കരങ്ങളിലും അടയാളം രേഖപ്പെടുത്തുന്ന മൃഗത്തിൻ്റെ കാലമാണിത്. ഈ മുദ്രയാൽ തങ്ങളുടെ നെറ്റിയിലും കരങ്ങളിലുമുള്ള അടയാളം ഇവരുടെ സമ്പൂർണ്ണ വിധേയത്വമാണ് കാണിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശത്രുവായ അന്തിക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്ന അടയാളങ്ങളാണിത്. ക്രിസ്തുവിനെ ചെറുത്തു നിൽക്കുന്നവനിലും അവിടുത്തെ ദൈവികവും രാജകീയവുമായ അധീശത്തിന് എതിരായി യുദ്ധം ചെയ്യുന്നവനിലുമുള്ള ഈ അടയാളം അവൻ പൂർണ്ണമായി മൃഗത്തിൻ്റെ സ്വന്തമാണെന്ന് വ്യക്തമാക്കുന്നു. ഈ അടയാളം നെറ്റിയിലും കരങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സ് മാനുഷിക ചിന്തകളുടെ ഉറവിടമായതിനാൽ നെറ്റിത്തടം ബുദ്ധിയെ ദ്യോതിപ്പിക്കുന്നു. കൈകൊണ്ട് മനുഷ്യൻ പ്രവർത്തിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നതിനാൽ കൈ മനുഷ്യാധ്വാനത്തെയാണ് പ്രകടമാക്കുന്നത്. എന്നുവരികിലും മനുഷ്യ വ്യക്തിയായാണ് അന്തിക്രിസ്തു അവൻ്റെ മുദ്ര കൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള മുദ്രയാൽ നെറ്റിയിൽ അടയാളം സ്വീകരിച്ചവൻ ദൈവത്തെ നിഷേധിക്കുന്ന സിദ്ധാന്തം സ്വീകരിക്കുകയും നിയമത്തെ തമസ്കരിക്കുകയും ചെയ്യുന്നു. ഇക്കാലങ്ങളിൽ നിരീശ്വരത്വം കൂടുതൽ വ്യാപിക്കുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതായി നാം കാണുന്നു. അങ്ങനെ ഇന്ന് ഈ വക സിദ്ധാന്തങ്ങളെ പിന്തുടരുവാൻ അവർ പ്രേരിതരാകുകയും എല്ലാവിധ അബദ്ധ തത്വങ്ങളുടെയും പ്രചാരകരാകുകയുമാണ് ചെയ്യുന്നത്. കൈകളിൽ അടയാളമിടാൻ അനുവദിക്കുന്നവൻ ഔദ്ധ്യത്തോടും ദൈവത്തെ കൂടാതെയും പ്രവർത്തിക്കുവാൻ പ്രേരിതനാകുക മാത്രമല്ല, സ്വന്തം പ്രവർത്തികളെ ലൗകികവും താൽക്കാലികവുമായ ക്ഷേമത്തിലേക്ക് തിരിച്ചുവിടുന്ന പ്രവണത വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. തൻ്റെ പരിപാലനയെ പ്രകാശിപ്പിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന പിതാവിൻ്റെ പദ്ധതികളിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നു. സ്വന്തം വിമോചനത്തിനും വിശുദ്ധീകരണത്തിനും പ്രാപിക്കുവാൻ ആവശ്യമായിട്ടുള്ള മാനുഷിക അധ്വാനത്തിൻ്റെ വിലയായി നൽകപ്പെട്ട പുത്രൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോവുകയാണ്. എല്ലാ മനുഷ്യരുടെയും ആന്തരിക നവീകരണത്തിനായി എല്ലായിടത്തും പ്രവർത്തിക്കുന്ന പരിശുദ്ധാരൂപിയിൽ നിന്നും അവൻ അകന്നു പോകുന്നു. സ്വന്തം കരങ്ങളിൽ അടയാളമിടുന്നവൻ തനിക്ക് വേണ്ടി മാത്രം ഐഹിക സമ്പത്തുകൾ കുന്നുകൂട്ടുവാൻ അവൻ്റെ ദേവനാകുന്ന പണത്തിനു വേണ്ടി ഭൗതികതയുടെ അടിമയായി പ്രവർത്തിക്കുന്നു. മൃഗത്തിൻ്റെ അടയാളം കരത്തിലുള്ളവൻ സ്വന്തം ഇന്ദ്രിയങ്ങളുടെ സുഖാനുഭൂതികൾക്ക് വേണ്ടി മാത്രം ക്ഷേമത്തിനും ആനന്ദത്തിനും വേണ്ടി വികാരങ്ങളെ, പ്രത്യേകിച്ച് അശുദ്ധിയെ പ്രീണിപ്പിച്ചുകൊണ്ട് ആനന്ദവാദത്തിൻ്റെ അടിമയായിത്തീരുന്നു. കൈകളിൽ അടയാളമിടുന്നവൻ തന്നെ സ്വന്തം പ്രവർത്തികളുടെ കേന്ദ്രമാക്കി മറ്റുള്ളവരെയെല്ലാം തൻ്റെ സ്വാർത്ഥ പൂർത്തീകരണത്തിൻ്റെ ഉപകരണങ്ങളായി ചൂഷണം ചെയ്ത് അനിയന്ത്രിതമായ അഹം ചിന്തയ്ക്കും സ്നേഹരാഹിത്യത്തിനും അടിമയായി ജീവിക്കുന്നു. എൻ്റെ ശത്രു അവൻ്റെ അനുയായികളെയെല്ലാം സ്വന്തം മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തുന്നെങ്കിൽ, നിങ്ങളുടെ നായികയായ ഞാൻ എൻ്റെ മാതൃമുദ്രയാൽ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുകയും എൻ്റെ സൈന്യവിഭാഗത്തിൽ പെടുകയും ചെയ്യുന്ന എല്ലാവരെയും അടയാളപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കുന്നു. എൻ്റെ ദിവ്യസുതൻ യേശുവിൻ്റെ വിശുദ്ധ കുരിശാകുന്ന അടയാളം കൊണ്ട് നിങ്ങളുടെ നെറ്റിത്തടങ്ങളിൽ ഞാൻ മുദ്ര പതിക്കുകയാണ്. ഞാൻ ഇപ്രകാരം ദൈവവചനം സ്വീകരിക്കുവാനും ആ വചനത്തെ സ്നേഹിച്ച് തദനുസരം ജീവിക്കുവാനുമായി മനുഷ്യബുദ്ധിയുടെ കവാടം തുറന്നു കൊടുക്കുന്നു. തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന യേശുവിന് നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിക്കുവാനായി ഞാൻ നിങ്ങളെ പരിശീലിപ്പിക്കുന്നു.
ഇന്നു ഞാൻ നിങ്ങളെ വിശ്വാസത്തിൻ്റെ ധൈര്യമുള്ള സാക്ഷികളാക്കുകയാണ്. ദൈവദൂഷണപരമായ മുദ്ര കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നവർക്കെതിരെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ കുരിശിനാൽ മുദ്രിതരായവരെ അണിനിരത്തുന്നു. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ മഹത്വീകരണത്തിനായി നിങ്ങളുടെ സകല പ്രവൃത്തികളെയും ഞാൻ തിരിച്ചുവിടുകയാണ്. അതിനുവേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും അടയാളമായ എൻ്റെ മുദ്ര നിങ്ങളുടെ കൈകളിൽ ഞാൻ പതിക്കുന്നു. നിങ്ങളുടെ നന്മയ്ക്കായി മാത്രം ഇന്ന് വരെ നിങ്ങളുടെ സകല പ്രവൃത്തികളെയും ക്രമീകരിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ കൃത്യങ്ങളുടെയും ദൈവപരിപാലനയുടെ പദ്ധതിക്കായി സഹകരിച്ച് നിർവഹിക്കുവാനായി പിതാവിൻ്റെ അടയാളം നിങ്ങളെ സഹായിക്കുന്നു. പുത്രൻ്റെ അടയാളം വഴി നിങ്ങളുടെ സകല പ്രവൃത്തികളും അവിടുത്തെ ദൈവിക വീണ്ടെടുപ്പിൻ്റെ രഹസ്യവുമായി അഗാധ തലങ്ങളിൽ സംയോജിക്കുവാൻ ഇടവരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അടയാളം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഭൂതലത്തിൻ്റെ അടിസ്ഥാനം തൊട്ട് സകലതും നവീകരിക്കുന്ന, എല്ലായിടത്തും ശക്തമായ അഗ്നി പോലെ വ്യാപിക്കുന്ന അവിടുത്തെ വിശുദ്ധീകരണത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനത്തിന് വിധേയമാക്കുകയാണ്. എൻ്റെ വത്സല മക്കളെ, എൻ്റെ തൊട്ടിലിന് ചുറ്റും സ്നേഹത്തോടെ നിങ്ങളുടെ സ്വർഗീയ അമ്മയുടെ ജനന തിരുനാൾ ആഘോഷിക്കാൻ കൂടിയിരിക്കുന്ന ഇന്നേ ദിവസം നിങ്ങളുടെ നെറ്റിത്തടങ്ങളിലും കരങ്ങളിലും നിങ്ങളുടെ അമ്മയുടെ അടയാളം പതിപ്പിക്കുവാൻ അനുവദിക്കുക. പ്രിയമുള്ളവരെ, ഇന്നേ ദിവസത്തെ വായന അവസാനിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം മൃഗത്തിൻ്റെ അടയാളവും നാമസംഖ്യയും സംബന്ധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകുകയാണ്. മൃഗത്തിൻ്റെ അടയാളം സ്വീകരിക്കുന്നത് വഴി പാപത്തിന് അടിമകളായി സ്വയം വിൽക്കുന്ന ആളുകളെക്കുറിച്ച് പറയുകയാണ്. അതേസമയം വിശുദ്ധ കുരിശിൻ്റെ അടയാളം സ്വീകരിച്ചുകൊണ്ട്, മഹത്വീകരണത്തിൻ്റെ അടയാളം സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ പൂർണ്ണമായി പിൻചെല്ലുന്ന മക്കളാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതിനുവേണ്ടി അമ്മ നമ്മെ സഹായിക്കട്ടെ. ഈ സന്ദേശങ്ങൾ പല പ്രാവശ്യം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഈ സന്ദേശത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ ആരാധന, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.